ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണക്ക സ്രാവ് വെച്ചിട്ട് ഒരു അടിപൊളി മീൻകറിയാണ്. അപ്പോൾ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണക്ക സ്രാവ് മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉണക്ക സ്രാവാണ് ഇത്. ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് നല്ലോണം കട്ട് ചെയ്തിട്ട് ചൂട് വെള്ളത്തിൽ കുതിരാനിടണം, എന്നാലേ ഈ ഉപ്പ് മാറത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട് കുതിരാനിടാം. അപ്പോൾ നമുക്ക് ഈ മീൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി കട്ടിയുണ്ട്, ഈ ഉപ്പിനകത്ത് നല്ലോണം ഉണങ്ങിയതായതുകൊണ്ട് നല്ല കട്ടിയുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ചതുരം പീസുകളാക്കി എടുത്താൽ മതി. പീസുകളാക്കിയ ശേഷം നമുക്കിനി ചൂടുവെള്ളത്തിൽ കുതിർത്തെടുക്കാം. ചൂടുവെള്ളമോ കഞ്ഞിവെള്ളമോ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചൂടുവെള്ളമാണ്. അതിനകത്തോട്ട് നമ്മുടെ ഈ പീസുകൾ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് നല്ലോണം കുതിരാൻ വെക്കണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ഈ ഉപ്പിൻ്റെ അംശം കുറഞ്ഞു കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും. ഇതിലും ബെറ്റർ, ചൂടുവെള്ളത്തിലും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ആൻ അവറിൽ അതിനകത്ത് ആ ഉപ്പൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ തേങ്ങ എടുത്തേക്കാണ്. അത് നമുക്ക് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. അതിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മുടെ അരപ്പിന് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തേക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 പുളിയും കൂടി കുതിരാനിടണം. തോട്ടുപുളിയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ കുതിരാനിട്ടിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അതിനകത്തുനിന്ന് വാർത്തെടുത്തേക്കാണ്, വെള്ളമൊക്കെ കളഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണ് എടുക്കാം. എണ്ണയൊന്ന് നല്ലോണം ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മുടെ സവാള, അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം നമുക്ക്. നമ്മൾ വലിയൊരു സവാളയാണ് എടുത്തത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 അല്ല, അത് ഒരെണ്ണം കണ്ടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യമേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം നമ്മളിത് വഴറ്റിയെടുത്തേക്കാണ്. ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പ് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കി നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് നല്ലോണം ഇത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ പുളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. ഈ അരപ്പ് നല്ലോണം തിളച്ചിട്ട് വേണം നമുക്ക് മീൻ ഇടാനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കറി ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മീൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. തെറിച്ച് ദേഹത്തൊന്നും വീഴരുത്. നല്ല തിളച്ച അരപ്പാണ്, ശ്രദ്ധിച്ച് വേണം ഇടാനൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു 10-15 മിനിറ്റ് മിനിമം ഇത് കിടന്ന് വേവണം. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലാതെ വെറുതെ ഉപ്പിടരുത്. മീനകത്തുനിന്ന് ഉപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിപ്പോവും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇത് അടിപൊളിയായിട്ട് തിളച്ച് വെന്ത് വന്നേക്കാണ്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ മതി. കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിലയാണിത്, അത് കുറച്ചും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അടിപൊളിയൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തോണം. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തോ. നമ്മുടെ കറി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും പഴങ്കഞ്ഞിയുടെയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും കഴിക്കാനെ കൊണ്ട്. മെയിനായിട്ട് പഴങ്കഞ്ഞിയാണ് അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.